അതെ, നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരെ സമ്പാദിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷേ അതിന് കുറച്ച് ഡിജിറ്റൽ പരമായിട്ടുള്ള കുറച്ച് താല്പര്യങ്ങൾ വേണം കേട്ടോ. ഫോണ് ആൻഡ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, മോഡൽ പോലെയൊക്കെ ഇങ്ങനെ നിൽക്കുക, അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. യെസ്, നിങ്ങൾ ഒരുപാട് ഇപ്പോൾ കേട്ട് വരുന്നുണ്ട് ഒരുപാട് വീഡിയോസിലൊക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താ ഈ സംഭവം? മീഷോയിൽ ഇപ്പോൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഒരുപാട് ക്രിയേറ്റേഴ്സ് നല്ല എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് ഞാൻ ഈസി ആയിട്ട് സിമ്പിൾ സ്റ്റെപ്സിൽ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ മീഷോ ആപ്പ് ഓപ്പൺ ചെയ്യുക. നോർമലി നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് പ്രോഡക്ട്സ് ഇങ്ങനെ നോക്കി ഓർഡർ ചെയ്ത് വാങ്ങിക്കുക ചെയ്യുക അല്ലേ. ഇപ്പം നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം. മീഷോൻ്റെ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഇങ്ങനെ റൗണ്ടിലായിട്ട് ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ടാവും. ഞാൻ ഇവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട്സ് കൊടുക്കാം ആൻഡ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് അടുത്തൊരു ഓപ്ഷൻ കാണിക്കുന്നത് ക്രിയേറ്റർ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. അത് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടാവും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന് ആ ഒരു പേജാണ് നമുക്ക് ഓപ്പൺ ആവുക. അപ്പോൾ നമുക്ക് അതിലൂടെ എന്താ ചെയ്യുക, അവിടെ അവർ കാണിച്ചിട്ടുണ്ടാവും കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിലൂടെ പോയിട്ട് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം. കാരണം നമ്മൾ റാൻഡമായിട്ട് പോയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടിയെന്ന് വരില്ല. സോ നമ്മൾ ഇതിലൂടെ പോയിട്ട് ക്രിയേറ്റേഴ്സ് ക്ലബിൻ്റെ ഉള്ളിൽ പോയിട്ട് വേണം നമ്മൾ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാനും. ആൻഡ് ഏതെങ്കിലും ഒരു ഡ്രസ്സ്, അപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പോകുന്നത് ഏതാ? ഡ്രസ്സ്, കുർത്തീസ്, ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വേറെ ഗാഡ്ജറ്റ്സ്, പിന്നെ ടോയ്സ്, എല്ലാ കാറ്റഗറി, കിച്ചൺ ആക്സസറീസ്, എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ വീഡിയോസ് ഇട്ടിട്ട് സമ്പാദിക്കാം. പക്ഷെ നമ്മുടെ ഇഷ്ടം. ഇപ്പോൾ ലേഡീസൊക്കെ ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കിച്ചണിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഇന്നോവേറ്റീവായിട്ട് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് വാങ്ങിച്ച് അത് റിവ്യൂ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ മോസ്റ്റ്ലി ഒരുപാട് പേര് ആ വീഡിയോസ് ഫുള്ളായിട്ട് കാണാനും അവരത് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസും കൂടുതലായിരിക്കും. ബിക്കോസ് റേറ്റ് കൂടിയ സാധനമാകുമ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്യില്ല. പക്ഷെ നമ്മൾ അത്യാവശ്യം ബഡ്ജറ്റിൽ കുറച്ച് നല്ലൊരു സാധനം റിവ്യൂസൊക്കെ നോക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്ത ശേഷം ആൻഡ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഏതിലാച്ചാൽ അതിങ്ങനെ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തിട്ട് അതിന് ശേഷം തിരിച്ച് നമ്മുടെ ഈ ഒരു മീഷോൻ്റെ ഈ അഫിലിയേറ്റ് പേജ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ആ വാങ്ങിയ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എടുത്തിട്ട് അതിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വട്ടം യൂസ് ചെയ്ത് നോക്കിയാൽ വളരെ ഈസി ആൻഡ് സിമ്പിളാണ് ആ ലിങ്ക് എടുത്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ. ഇപ്പം ഞാൻ ഈ സൈഡ് കാണിച്ചിട്ടില്ലേ, ഇത് വെച്ചിട്ടാണ്, ഇതാണ് അതിൻ്റെ ലിങ്ക്. ഇപ്പം ഞാനൊരു പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കണ്ടോ, ആ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്തതും ഇങ്ങനെ കാണിക്കും. ഓക്കെ, ആൻഡ് ഈ ലിങ്ക് എടുത്തിട്ട് നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റോറി ആയിട്ടോ അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലിങ്ക് അങ്ങനെ പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമുക്ക് കമൻറ്റ് ഫോർ ലിങ്ക്സ്, കമൻറ്റ് ചെയ്യാൻ പറയാം. വീഡിയോ ഇട്ടിട്ട് കമൻറ്റ് ചെയ്യാൻ പറയാം. ആ കമൻസിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരാൾ വന്നിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്കുകൾ എന്ത് ചെയ്യും, നേരെ അവരുടെ ഇതിലേക്ക് പോകും. അതിന് നമ്മളൊന്നും ചെയ്യേണ്ട. അതിനും ഒരു ഓപ്ഷൻ മീഷോ ഇതിൽ തന്നെ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് കമൻറ്റ് ഇടുന്നവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കുന്ന ഒരു ഇതുണ്ട്, ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിലൂടെയാണ് ചെയ്യുന്നത്. സോ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് വലിയൊരു വീഡിയോ ഒന്നും എനിക്ക് ചെയ്ത് ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്ന രീതിയിൽ എടുക്കുന്നില്ല. കാരണം അതിൽ ഇനിയും കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെ ക്ലാസ് ഒക്കെ വൃത്തിക്ക് എടുത്തു കൊടുക്കുന്നത്, എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളത് മെയിനായിട്ട് ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ വേണം. നമുക്ക് സ്റ്റാൻഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. നല്ലൊരു സൺലൈറ്റിൽ പോയിട്ട്, ലൈറ്റിംഗ് ഒന്നും വേണമെന്നൊന്നുമില്ല, അത്യാവശ്യം സൺലൈറ്റിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിഫോർ നിങ്ങളുടെ ഒരു ഡ്രസ്സിൽ നിൽക്കുന്നതും അതേപോലെ നമ്മൾ മേടിച്ചിട്ടുള്ള ഡ്രസ്സ് അൺബോക്സ് ചെയ്ത് കാണിക്കാം. അതേപോലെ ആ ഡ്രസ്സ് വിയർ ചെയ്ത് കാണിക്കാം. ആൻഡ് ഇത് നിങ്ങളുടെ ബോഡി ഷേപ്പിന് ഇത് എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലിങ്കിൽ ഒരുപാട് ക്ലിക്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ബിക്കോസ് നിങ്ങളുടെ ആ ഒരു ഇട്ട് കാണുമ്പോൾ ആ ഒരു ഫിഗറിൽ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട്
അതനുസരിച്ചിട്ട് ഒരുപാട് പേര് ചിലപ്പോൾ സാധനം വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്ക് റീച്ച് കിട്ടാനുള്ള ഐറ്റം ആണോ എന്ന് നന്നായിട്ട് നോക്കുക. ഫസ്റ്റ് വൺ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. സെക്കൻഡ് വൺ അത് നല്ല അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ടാവണം ആ പ്രോഡക്റ്റിന്. മീഷോയിൽ നല്ല റേറ്റിംഗ്, ഒരുപാട് പേര് വാങ്ങിച്ച് റേറ്റിംഗ് ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. അപ്പോഴാണ് അത് കുറച്ചുകൂടെ നമുക്ക് വിശ്വസിച്ചിട്ട് നമുക്കും വാങ്ങിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് ഇന്നൊരാളും അത് പോയിട്ട് നോക്കിയിട്ട് ഓക്കെ അത്യാവശ്യം റിവ്യൂസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പർച്ചേസ് ചെയ്യുള്ളൂ. സോ അങ്ങനെയുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. ആൻഡ് ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല ഒരു ഇൻകം നമുക്ക് ഈ ഒരു ഇതിലൂടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു അഫിലിയേറ്റ് ലിങ്ക്സിനെ കുറിച്ചൊക്കെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് നടത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഇതെല്ലാവരും യൂസ് ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് വലിയ വലിയ സെലിബ്രിറ്റി മീൻസ് വലിയ വലിയ യൂട്യൂബേഴ്സ്, ഫാഷൻ വ്ളോഗേഴ്സ്, ഇങ്ങനെ ഡ്രസ്സൊക്കെ കാണിക്കുന്ന വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞേ തരില്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അവരൊന്നും ഇങ്ങനെയുള്ളൊരു വീഡിയോസ് ചെയ്തിട്ട്. ബട്ട് അവരൊക്കെ വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ആപ്സൊക്കെ യൂസ് ചെയ്തിട്ട് അവർ ഡ്രസ്സസൊക്കെ കാണിച്ചിട്ട് അവർ ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ബിക്കോസ് അവർ കോമ്പറ്റീഷൻ കൂടുതലാവും വിചാരിച്ചിട്ടാവും ചിലപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. എങ്ങനെയാണ് അഫിലിയേറ്റിലൂടെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ പറഞ്ഞു തരാൻ മടിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ആവാം. സോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഡ്രസ്സസോ അല്ലെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വീഡിയോ എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് റാൻഡമായിട്ട് നിങ്ങളുടെ ഫേസ് കാണിക്കണം എന്നോ ഒന്നുമില്ല. നമ്മുടെ ഫേസ് കാണിക്കാതെ തന്നെ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്ത് വെച്ചിട്ട് അതിന് നന്നായിട്ട് ബാക്ക് ക്യാമിൽ നല്ല സൺലൈറ്റുള്ള അവിടെ വെച്ച് നല്ല ഭംഗിയിൽ ഷൂട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്തിട്ട് അതിൽ ലിങ്കുകൾ നമുക്ക് യൂട്യൂബൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ആൻഡ് ഇൻസ്റ്റാഗ്രാമിലാവുമ്പോൾ നമുക്ക് സ്റ്റോറിയൊക്കെ വെക്കുമ്പോൾ അവിടെ ലിങ്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കമൻസിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് ഷെയർ ചെയ്യുന്ന രീതിക്ക് കൊടുക്കാം. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. ഇതിലൂടെ നമ്മളിപ്പോൾ എല്ലാ വീഡിയോ ഒരുപാട് ഇപ്പോൾ ഡ്രസ്സസ്സാണ് വെക്കും, അത്രയും ഡ്രസ്സസ് എടുത്തിട്ട് നമ്മൾ അത്രയും ഡ്രസ്സസും വൈറലാവണം എന്നോ അല്ലെങ്കിൽ എല്ലാ ഡ്രസ്സസൊന്നും എനിക്ക് നല്ലൊരു കമ്മീഷൻ വരണം എന്നോ അങ്ങനെ വിചാരിക്കരുത്. ബിക്കോസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ചില ഡ്രസ്സസൊക്കെ ചില കുർത്തീസൊക്കെ ചിലപ്പോൾ നല്ലോണം ആ വീഡിയോ വൈറലായിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്ലിക്സ് വരാനും അതേപോലെ ആ ഡ്രസ്സിന് എത്രയാണോ ആ ഒരു കമ്മീഷൻ നമുക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് കമ്മീഷൻ കിട്ടുക. അതായത് നമ്മൾ മീഷോയിൽ ഡ്രസ്സസ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഓരോ ഡ്രസ്സിൻ്റെയും എല്ലാ സാധനത്തിൻ്റെയും താഴെ കമ്മീഷൻ ഉണ്ടെങ്കിൽ കമ്മീഷൻ 7%, 15%, 4% എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും. ചില പ്രൊഡക്ട്സിൽ 0 കമ്മീഷൻ തന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രൊഡക്ട്സ് നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു യൂസും ഇല്ല. കാരണം നമുക്ക് കമ്മീഷൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അതിൽ യൂസ് ഇല്ല. അത് നോക്കിയിട്ടും കൂടെ നിങ്ങൾ പ്രൊഡക്ട്സ് മേടിച്ചിട്ട് വീഡിയോസ് ചെയ്യുക. ആ കമ്മീഷൻ എത്ര ശതമാനം ഉണ്ടെന്ന് നോക്കുക. ആ ഒരു കമ്മീഷൻ നമുക്ക് ആൾക്കാർ വാങ്ങിക്കുന്നതനുസരിച്ച് ആ പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് അവരത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു കമ്മീഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. സോ വീട്ടിലിരുന്നുകൊണ്ട് നമുക്കിങ്ങനെ തിങ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള കാലിബറൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ഫോണും സെറ്റപ്പും നിങ്ങൾക്ക് നല്ല ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു ഐഡിയാസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോ, വേറെ ഒന്നും ചിന്തിക്കേണ്ട. ബിക്കോസ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്ന് എന്നെ ഞാൻ പറയുകയാണ് കേട്ടോ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടാണ് വിചാരിക്കുന്നു. അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലവ് യു ആൾ. ബൈ.